ആട് 3 തിയേറ്ററിൽ പോയിരുന്ന് ചിരിച്ച് അർമാദിക്കാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്. നമുക്കറിയാം ആട് 1ഉം 2 ഒക്കെ നമ്മളെ നല്ലപോലെ ചിരിപ്പിച്ച് രസിപ്പിച്ച് ആ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമ്മുടെ ഷാജി പാപ്പാൻ വരുമ്പം ഒരു പ്രത്യേക മ്യൂസിക്കും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് അങ്ങ് തകർത്തിട്ടല്ലേ പിന്നെ ഷാജി പാപ്പാന്റെ എൻട്രിയും ആ ബോഡി ലാംഗ്വേജും നടപ്പും എല്ലാം അടിപൊളിയായിട്ടല്ലേ. അതേപോലെ തന്നെ ഡൂഡിനെ ഒരു പ്രത്യേക രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാത്താൻ സേവ്യറിനെ, അബുവിനെ എല്ലാവർക്കും പ്രത്യേക മ്യൂസിക്കും പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രത്യേക ലാംഗ്വേജും അല്ലെങ്കിൽ പ്രത്യേക മാനറിസങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ആട് അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ അത്രയ്ക്ക് ആഴ്ന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് ആടിലുള്ളത്. അപ്പോൾ ആടെന്ന് പറഞ്ഞാൽ ഫണ്ണ് എന്ന് തന്നെയാണ്. എന്നാൽ 1, 2വിനെ അപേക്ഷിച്ച് 3ലോട്ട് എത്തുമ്പം അത്ര ഫണ്ണില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഈ ചിത്രത്തെ സാരമായിട്ട് ബാധിക്കും. കാരണം എന്തുവെന്ന് വെച്ചാൽ ആ 1 തിയേറ്ററിൽ പരാജയമാണെങ്കിലും അതിൻ്റെ ഫണ്ണും അത് ആ അവതരിപ്പിച്ച രീതിയും കൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് എൻ്റെ സെക്കൻഡ് തിയേറ്ററിൽ വൻ വിജയമായി. അതുകൊണ്ടാണ് 3 വരാൻ കാരണം. ഈ 3ലോട്ട് വന്നപ്പോൾ അവർ പഴയ ആ കോമാളിത്തരം മാത്രമല്ല, ഷാജി പാപ്പാൻ്റെ ആ രീതി മാത്രമല്ല, അവർ പഴയ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ കഥയും ഇപ്പോഴത്തെ ഷാജി പാപ്പാനും ടീമിൻ്റെയും ഒരു സഞ്ചാരവും കൂടെയാണ് ഈ സിനിമയിൽ അവർ എടുത്തിരിക്കുന്നത്. ഈ പഴയ കാലഘട്ടത്തിലോട്ട് പോയപ്പോൾ അത് സീരിയസ് ആവുകയും അവിടെ കോമഡി കുറവാണ്, ഇല്ലാതെ തന്നെ പറയാം. അത് വന്നത് ഈ ആട് എന്ന് പറഞ്ഞ സിനിമയുടെ ആ ജീവൻ. കാരണം ആട് എന്ന് പറഞ്ഞാൽ ഫണ്ണാണ്, ഫുൾ ഫൺ, തുടക്കം മുതൽ അവസാനം വരെ ഫണ്ണാണ്. ആ ഫണ്ണ് പഴയ കാലഘട്ടത്തിലോട്ട് പോകുമ്പം കിട്ടാതെ പോയി. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആട് എന്ന് പറയുമ്പോൾ ഫുൾ ഫണ്ണാണ്. നിങ്ങളിപ്പം പഴയ കാലഘട്ടം, പുതിയ കാലഘട്ടം, ലൂപ്പോ ടൈം ട്രാവൽ എന്ത് വേണേലും എടുത്തോ, പക്ഷേ എങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ജീവൻ കളയരുത്. കാരണം ഫുൾ ഫണ്ണ് വേണമായിരുന്നു. അതില്ലാതെ പോയത് സിനിമയുടെ ഒരു നെഗറ്റീവാണ്. പിന്നെ എല്ലാവരുടെയും പ്രകടനങ്ങൾ, പിന്നെ നമ്മുടെ ഈ ഷാജി പാപ്പാനും ടീമിൻ്റെയും ആ രീതിയിലോട്ട് വരുമ്പോൾ ഫുൾ കോമഡി, തിയേറ്റർ അർമാദിച്ച് ചിരിക്കാനും ആഘോഷിക്കാനും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരുടെയും പ്രകടനങ്ങൾ നല്ലതാണെങ്കിലും അതിൽ 2 പേരുടെ പ്രകടനം അത്ര, കാരണം അവർ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഭഗത്തിൻ്റെയും പഴയ ആടിലെ 7ലും 1ലും 2ലുള്ള അവരുടെ ആ മാനറിസങ്ങൾ നിങ്ങൾക്ക് ആക്കിയിട്ട് പിടിക്കുന്നത് അത് ഈ സിനിമയിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഏതോ കഥാപാത്രമായി പോയി. അതേപോലെ ലോലനെ അവതരിപ്പിച്ച അവൻ പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ ആ ചുണ്ട് കടിച്ചു പിടിച്ച് അല്ലെങ്കിൽ ഒരു ലോല ഹൃദയനാണ്. ഇതിനകത്താണ് വലിയൊരു മാസ് പോലെയാണ്, വേറെ എന്തോ ഒരു ലുക്ക്, വേറെ എന്തോ ഒരു രീതിയിലാണ് മാനറിസങ്ങളൊക്കെ ഉള്ളത്.